പോലീസിന്റെ അപ്രതീക്ഷിത ഉത്തരവ് വന്നതോടെ വന്യമൃഗശല്യം രൂക്ഷമായ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ചൊവ്വാഴ്ച നടത്താനിരുന്ന മെഗാ നായാട്ട് മുടങ്ങി. കഴിഞ്ഞ ദിവസം പകൽ നേരത്ത് പോലും തിരുവമ്പാടി അങ്ങാടിയിൽ കാട്ടുപന്നി ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്ത് കാട്ടുപന്നികളെ പിടികൂടാൻ നായാട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ഇതിനായി 40ഓളം എംപാനൽ ഷൂട്ടർമാരെയും 20ഓളം വേട്ടനായ്ക്കളെയും തയ്യാറാക്കിയിരുന്നു. പോലീസിന്റെ അപ്രതീക്ഷിത ഉത്തരവ് വന്നതോടെയാണ് വന്യമൃഗശല്യം രൂക്ഷമായ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ചൊവ്വാഴ്ച നടത്താനിരുന്ന മെഗാ നായാട്ട് മുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പകൽ നേരത്ത് പോലും തിരുവമ്പാടി അങ്ങാടിയിൽ കാട്ടുപന്നി ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്ത് കാട്ടുപന്നികളെ പിടികൂടാൻ നായാട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ഇതിനായി 40ഓളം എംപാനൽ ഷൂട്ടർമാരെയും 20ഓളം വേട്ടനായ്ക്കളെയും തയ്യാറാക്കിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് കലക്ടറുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് എംപാനൽ ഷൂട്ടർമാരുടെ തോക്കുകൾ പോലീസ് സ്റ്റേഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പോലീസ് അറിയിച്ചത്. ഇതോടെ ചൊവ്വാഴ്ച നായാട്ട് നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് പഞ്ചായത്ത് അധികൃതർ. ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ വെറും 7 എംപാനൽ ഷൂട്ടർമാരാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. നിലവിലെ ഭരണസമിതിയുടെ പ്രയത്നത്തിൻ്റെ ഫലമായി കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഷൂട്ടർമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പഞ്ചായത്തിൽ എംപാനൽ ഷൂട്ടർമാരുടെ എണ്ണം 40 ആക്കിയത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം സ്പോർട്സ് കോട്ടയിലുള്ള ലൈസൻസ് നേടിയ തോക്കുകൾ പന്നിവേട്ടയ്ക്ക് ഉപയോഗിക്കരുതെന്ന് വനം വകുപ്പ് ഉത്തരവിറക്കിയിരുന്നെങ്കിലും പിന്നീട് അത് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. വന്യമൃഗശല്യമേറെയുള്ള തിരുവമ്പാടി പഞ്ചായത്തിലെ കൊടക്കാട്ടുപാറ, ഉറുമി, പൊന്നാങ്കയം, പുന്നക്കൽ, ഒറ്റപ്പൊയിൽ, പുല്ലൂരാമ്പാറ തുടങ്ങിയ 8 വാർഡുകളിലാണ് നായാട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അതാണിപ്പോൾ പോലീസിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് മുടങ്ങിയിരിക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമേ തോക്കുകൾ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യാൻ ഉത്തരവ് വരാറുള്ളൂവെന്നും അതിനാൽ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട് ആവശ്യപ്പെട്ടു. ഒപ്പം പന്നിവേട്ടയ്ക്ക് പഞ്ചായത്തിന് അനുവദിച്ച 1 ലക്ഷം രൂപ 5 ലക്ഷം രൂപയാക്കണമെന്നും ജിതിൻ പല്ലാട്ട് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് സ്പോർട്സ് കോട്ടയിലുള്ള തോക്കുകൾക്ക്, ലൈസൻസ് ഉള്ള തോക്കുകൾക്ക് അവർക്ക് ഹണ്ടിങ് കൊടുക്കാൻ പാടില്ല, അവരെ ഷൂട്ടർമാരാക്കരുത് എന്ന് വനം വകുപ്പിൽ നിന്ന് കത്ത് വന്നിരുന്നു. അതിനുശേഷം അതിന് മരവിപ്പിച്ചു. തുടർന്ന് നമ്മൾ നാളെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഈ പഞ്ചായത്തിലെ 4-ാം വാർഡും കൊടക്കാട്ടുപാറ, 5 പൊന്നാങ്കി, 6 ഉറുമി, 7 പുന്നക്കൽ, 8 ഒറ്റപ്പോയിൽ, അതുപോലെ തന്നെ 17 പാലക്കടവ്, 19 പുല്ലൂരാമ്പാറ, 8 വാർഡുകളെ ഒരുമിച്ചുകൊണ്ട് ഒരു പകൽ, അതായത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 40ഓളം ഷൂട്ടർമാരെ നിലനിർത്തിക്കൊണ്ട് അവരുടെ കൂടെ എന്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന 20ഓളം വേട്ട നായ്ക്കളുമായിട്ട് പകൽ നമ്മൾ ആ മേഖലയിൽ അന്ന് കണ്ടെയ്ൻമെൻ്റ് ആക്കിക്കൊണ്ട് ഹണ്ടിങ് നടത്തിക്കൊണ്ട് കർഷകരെയും ഈ നാട്ടുകാരെയും സംരക്ഷിക്കാനായിരുന്നു ലക്ഷ്യം വെച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് ഈ പറയുന്ന ആളുകളെല്ലാം തോക്കുകൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് കലക്ടറെ അടക്കം ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷൂട്ടർമാരെല്ലാവരും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടി നടത്താൻ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.